സ്കൂളിൽ പഠിക്കக்கூடிய കാലഘട്ടത്തിലാണ് ഒരു വളരെ ചെറിയ തുകയ്ക്ക് ഒരു വീക്കെൻഡിൽ യോഗ പഠിച്ചു കൊടുക്കാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനമ്മയെ അണിച്ചു കൊടുത്തത്. ആ സമയത്തിൽ അവിടെ പോയപ്പോൾ കുറച്ച് സ്ട്രെച്ചസ്, ഇപ്പോൾ ഞാൻ അറിയുന്നത് ആസനാസ്, അവർ കുറച്ച് പഠിച്ചു കൊടുത്തു. അതല്ലാതെ മെഡിറ്റേഷൻ ഒരു 5 മിനിറ്റ് മാത്രം, ഐ തിങ്ക് ഒരു 6-7 ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്താണ് വരണത് നിങ്ങൾ മനസ്സിൽ, ആ വയസ്സിൽ എന്താ വന്നതെന്ന് അറിയില്ല. പിന്നെ അപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാകരുത്, വെൻ യു ക്ലോസ് യുവർ ഐസ്, നമുക്ക് മൈൻഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോഴത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വന്നു പോകുകയാണ്. അത് ഞാൻ പറയുന്നത് ഒരുപാട് മുൻപുള്ളതാണ്. പിന്നെ കുറേ അവസരങ്ങൾ കിട്ടി കോളേജ് പഠിക്കുമ്പോഴത്. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ഈ സർവീസിൽ കയറിയ പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബാണ് പോലീസിൻ്റെ ഉദ്ദേശം. ഒരുപാട് സ്ട്രെസ്സുമുണ്ട്, മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യേണ്ടി വരും, ഹെൽത്ത് ടേക്ക് ഔട്ട് ചെയ്യാനും സമയം ഉണ്ടാകില്ല. ഞങ്ങളുടെ പോലീസ് അക്കാഡമിയിൽ തന്നെ നമുക്കൊരു അവസരമുണ്ട്, ഒരു യോഗ സെഷൻ എന്ന് പറഞ്ഞിട്ട്, ട്രെയിനിങ്ങുടെ ഒരു ഭാഗമായിട്ട്. അത് ഒരു വളരെ റിസർച്ച് ചെയ്ത് ആ സമയത്തിൽ ചെയ്തതാണ്. ഒരു സാധാരണ വ്യക്തി പോലീസിൽ ജോയിൻ ചെയ്യുമ്പോൾ, പ്രത്യേകം IPSൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ആ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് എല്ലാവർക്കും ഒരു പരിചയം ഉണ്ടാകേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ഡു ഹോർസ് റൈഡിങ്, യു ഹാവ് ടു റൺ, യു ഹാവ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്, യു ഹാവ് ടു പ്ലേ. ഒരുപാട് ആൾക്കാർക്ക് അത്ര പ്രാക്ടീസ് ഉണ്ടാകില്ല, ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാകാനുണ്ട്. പിന്നെ യോഗ സെഷൻ വളരെ റിസർച്ച് ചെയ്തിട്ട് പോലീസ് അക്കാഡമിയിൽ തന്നെ ആദ്യമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുடைய ഭാഗമായിട്ട് ഇപ്പം നാഷണൽ പോലീസ് അക്കാഡമിയിൽ ഉള്ള ഒരു കാര്യമാണ്, ആദ്യമായിട്ട് യു ആർ പുട്ട് ത്രൂ എ യോഗ സെഷൻ ഫോർ ക്വൈറ്റ് സം ടൈം. മോർണിംഗ് ഉണ്ടാകും, അതനുസരിച്ച് എന്തെങ്കിലും യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി, ബോഡിയിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ഇഞ്ചുറീസുடைய കാര്യങ്ങൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് പെർമനൻ്റ് ആയിട്ട് ഒരു കോമ്പോണൻ്റാണ് IPSലുള്ള ഒരു ട്രെയിനിങ്ങിൽ. നമുക്ക് മറ്റു ട്രെയിനിങ് അല്ലാതെ ഒരു യോഗ ഒരു കോമ്പോണൻ്റാണ്. പിന്നെ ഒരുപാട് സ്ട്രെസ്സിനിടയ്ക്ക് I took a break personally to learn yoga. So I went to an institute. ഒരു 3 ദിവസം അവിടെ യോഗ, ഹത്ത യോഗാവും പിന്നെ മെഡിറ്റേഷനൊക്കെ പഠിച്ച് വന്നു. സോ ദറ്റ് ഈസ് ഒരു പാർട്ട് ഓഫ് എൻ്റെ ഒരു ജീവിതത്തിലൂടെ ഒരു പാർട്ടായിട്ടായിട്ടുണ്ട്. എങ്ങനെയും അവസരം ഒതുക്കി ഒരു 30-35 മിനിറ്റ് രാവിലെ കൊടുത്ത് ഒരു കുറേ സ്ട്രെച്ചസും ബാക്കി കാര്യങ്ങളും ചെയ്താൽ നിങ്ങളുടെ ആ മുഴു ദിവസവും നിങ്ങൾക്ക് ഒരുപാട് എനർജി കിട്ടും. പിന്നെ ഫോക്കസിനോട് കാര്യങ്ങൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം നിലവിൽ ടെക്നോളജി ഒരുപാട് വന്ന് ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ നമുക്ക് എല്ലാം ഉള്ളത് നമുക്ക് കയ്യിലുള്ള ഒരു സാധനമാണ്, എല്ലാവരെയും മൊബൈൽ. അത് ഒരു 5 മിനിറ്റ് നോക്കാതെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾക്കോ ഇല്ല ആരൊക്കെയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആർക്കും പറ്റില്ല. 5 മിനിറ്റ് ആയെങ്കിലും നമുക്ക് എന്തെങ്കിലും നോക്കണം. വി വാണ്ടഡ് ടു കണക്ട് ടു ദ വേൾഡ്. അതുകൊണ്ട് എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ വി വാണ്ട് ഇമ്മീഡിയറ്റ് ഇൻസ്റ്റൻറ്റ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉള്ള രീതിയിലായി. കീപ്പ് യുവർ മൊബൈൽ അവേ, കീപ്പ് റെസ്റ്റ് ഓഫ് ദ worries away, just spend half an hour to 1 hour, then it will be an addictive, you will see the changes in your body and mind. My best wishes to all. Thank you.